ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു ചോക്ലേറ്റ് ക്യാൻഡിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിലും കൂടെ തന്നെ നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ചോക്ലേറ്റ് ക്യാൻഡി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ബൗൾ എടുത്ത് വെക്കണം. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു വലിയ ബൗൾ നിറയെ കണ്ടൻസ്ഡ് മിൽക്കാണ്. അതായത് ഇതിപ്പോൾ ഒരു 400 ഗ്രാം അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് റെസിപ്പി വീട്ടിൽ എങ്ങനെ സിമ്പിളായിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാമെന്ന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ട് റെസിപ്പി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ പിൻഡ് കമൻ്റായിട്ട് കൊടുത്തിരിക്കാം. എല്ലാവർക്കും വീട്ടിൽ തന്നെ നല്ല സൂപ്പറായിട്ട് ഈസി ആയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു 400 ഗ്രാം അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡറും കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അളവിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതുപോലെ ഒരു 400 ഗ്രാം അളവിൽ കണ്ടൻസ്ഡ് മിൽക്കിന് ഈ ഒരു അളവിൽ ഒരു 1/4 കപ്പ് അളവിൽ തന്നെ കൊക്കോ പൗഡർ മതിയാവും. അപ്പോൾ ഇത് വന്നിട്ട് ഇച്ചിരി ഇങ്ങനെ കട്ടയായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കട്ട പോലുള്ളത് പാടില്ല. അതിൻ്റെ പേരിൽ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് അരിച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ചെറിയ അരിപ്പയിലേക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം ഇതൊന്ന് അരിച്ച് ചേർക്കുമ്പോഴത്തേക്ക് ആ കട്ടയൊക്കെ ഒന്ന് പോയിക്കോളും. ഇതുപോലെ നന്നായിട്ട് നമ്മളിതെല്ലാം ഒന്ന് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സാധാരണ ഒരു സ്പൂൺ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ ഇപ്പം കട്ടയൊന്നും ഇല്ലാതെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തുടങ്ങാം. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊക്കോ പൗഡർ അങ്ങനെ ചേർക്കരുത്. എങ്കിൽ പിന്നെ കൊക്കോ പൗഡറിൽ ചെറിയ കട്ടയുണ്ടാവും. അത് നമ്മൾ എത്ര തന്നെ നമ്മൾ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് അതിങ്ങനെ മിക്സ് ചെയ്ത് നോക്കിയാൽ അത് ആ കട്ട അങ്ങനെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിലാണ് പ്രത്യേകം പറയുന്നത്. അതൊന്ന് അരിച്ച് തന്നെ നമ്മളിതിലേക്ക് ചേർത്തേക്കണം. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തയ്യാറാക്കി തുടങ്ങാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു കടായി അടുപ്പത്തേക്കൊന്ന് വെക്കണം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കണം. വേറെ നെയ്യോ അല്ലെങ്കിൽ വേറെ ഓയിലൊന്നും പറ്റില്ല. ബട്ടർ തന്നെ എടുക്കണം. അതുപോലെ തന്നെ അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ, അതായത് ഉപ്പില്ലാത്ത ബട്ടർ വേണം നമ്മൾ എടുക്കാനായിട്ട്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇതിനോടൊപ്പം തന്നെ നമ്മളിതാ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്ററും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ബാറ്ററും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആ കൊക്കോ പൗഡറിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ കണ്ടൻസ്ഡ് മിൽക്ക് എല്ലാം കൂടി ചേർന്നിട്ട് ഇപ്പോൾ നല്ല ചെറിയൊരു ലൂസായിട്ടല്ലേ ഇപ്പോൾ ഉള്ളത്, ആ ലൂസൊക്കെ ഒന്ന് മാറി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ കൈയെടുക്കാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കണം. അതായത് തീരെ സിമ്മിലിടേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിനും അതുപോലെ തന്നെ സിമ്മിനും ഇടയ്ക്ക്, ലോ ഫ്ലെയിമിനും ഇടയ്ക്ക് വേണം നമ്മളിത് വെക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടയായിട്ട് വരണുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബട്ടർ ഒരുപാട് കൂടി പോകാൻ വേണ്ടി നിൽക്കണ്ട. ഈ ഒരു അളവിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഒരുപാട് ബട്ടർ ആകണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ലൂസായിട്ട് തന്നെ അങ്ങനെ നിൽക്കും. അത് വരാതെ നമുക്കിങ്ങനെ ഇതുപോലെ ഇത്രയും തിക്കായിട്ട് കട്ടിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നല്ല ചോക്ലേറ്റ് പോലെ കട്ടിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ.
ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി എടുത്താലും മതിയാവും, ഏതായാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് നട്ട്സ് നമ്മുടെ കയ്യിൽ ഇനിയും വേറെ കൂടുതൽ നട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുകയോ ചെയ്യണം. എന്നിട്ട് നമുക്കിതും കൂടി ഇതിലേക്ക് ചേർക്കാനായിട്ടുണ്ട്. എന്നാൽ ശരി, പെട്ടെന്ന് ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ ഞാനിപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് ശേഷം വേണം നമ്മുടെ നട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല ചൂടാണ് ഇതിപ്പോൾ. അതിൻ്റെ പേരിൽ ഈ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഫ്രീസറിലേക്ക് ഒരു 30 മിനിറ്റ് ഒന്ന് മാറ്റിയാലും മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഫ്രൂട്ട്സൊക്കെ സൂക്ഷിക്കുന്നതിലേക്ക് ഒരു 2 മണിക്കൂർ വെച്ചിരുന്നാലും നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടും. അതായത് നമുക്ക് നല്ലതുപോലെ ഫ്രീസായി കിട്ടേണ്ടത്, ഇത് കട്ടയാക്കിയല്ല എടുക്കേണ്ടത്, ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടിയാൽ മാത്രം മതിയാവും. എന്നാൽ ശരി, ഞാനിതൊന്ന് അടച്ച് മാറ്റി ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഞാനിപ്പോൾ ഇത് വന്നിട്ട് ഏകദേശം ഒരു 30 മിനിറ്റോളം ഫ്രീസറിൽ വെച്ച് ഒന്ന് എടുത്തിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷമാണ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് തണുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിങ്കിൾസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നിർബന്ധമൊന്നുമില്ല, പക്ഷേ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് സ്പ്രിങ്കിൾസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അതുപോലെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയിൽ കോട്ട് ചെയ്തെടുത്താലും മതിയാവും. അതുപോലെ തന്നെ കുറച്ച് നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഞാനിപ്പോൾ ഇതുപോലെ കയ്യിലേക്ക് ഒരല്പം ബട്ടർ ഒന്ന് പൊട്ടി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ചോക്ലേറ്റ് കൂടി എടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു സൈസിലാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ സാധാരണ നമ്മുടെ ബോളിൻ്റെ ഷേപ്പിലൊന്ന് റോൾ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഡിസൈനുള്ള അച്ചൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നല്ലൊരു ബോളിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ സ്പ്രിങ്കിൾസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതും കൂടി ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മുടെ സ്പ്രിങ്കിൾസിലേക്ക് ഇട്ടിട്ടൊന്ന് റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ക്യാൻഡി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ചോക്ലേറ്റ് ക്യാൻഡിയൊക്കെ ഒന്ന് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഇതുപോലെ ഒരു പേപ്പർ കപ്പിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ബൗളിലേക്കോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും മാറ്റാവുന്നതേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ക്യാൻഡിയാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഇത് വന്നിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഫുഡ്സൊക്കെ വെക്കുന്ന ആ ഒരു ഫ്രിഡ്ജിനകത്തും വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ 2 രീതിയിൽ നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ കട്ടയായിട്ടുണ്ടാവും, ഐസായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ വെക്കാവുന്നേ ഉള്ളൂ. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ക്യാൻഡിയാണ് കേട്ടോ. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നതാണ്. നല്ല ഒരു നട്ട്സിൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഒരു സ്പെഷ്യലായിട്ട് നമുക്കിത് കിട്ടുന്നത്. നമുക്ക് ഇതെല്ലാം വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇതുപോലുള്ള ചോക്ലേറ്റൊക്കെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാര്യം മറക്കണ്ട, ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും എനിക്ക് ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ മാത്രമായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായാൽ ഇതെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.